ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരു 5 പൈസ തരാത്ത ആളുകളുണ്ടാവുമല്ലോ. ദേഷ്യപ്പെടണ്ട. പള്ളിക്ക് ബക്കറ്റ് പിരിവ് വരുമ്പോൾ പോലും ഒരു 10 ഉറുപ്പിക ഇടാതെ എണീറ്റ് പോകുന്ന ആൾക്കാരുണ്ട് നമ്മളെ പള്ളിയിൽ. ആളെ പേരൊന്നും ഞാൻ പറയാം. അതായത് ബക്കറ്റ് പിരിവ് വരുമ്പോൾ 10 രൂപ ഇടാൻ സാധിക്കാത്ത, അല്ലെ 5 രൂപ അല്ലെങ്കിൽ 2 രൂപ ചില്ലറ പൈസയ്ക്ക് ഇടാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കഴിവില്ലായിട്ടാണ് ഈ കുഴപ്പമില്ല, ഞാൻ പറയാം. അപ്പൊ ഏത് നന്മ ചെയ്യുമ്പോഴും അതിലേക്ക് വരാത്ത ആളുകൾ ഉണ്ടാവാം, ചുരുക്കം ആളുകൾ. അതിന് തൗഫീഖ് എന്നാ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്തിനെ അവന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാനുള്ള ഒരു തൗഫീഖ്, ഒരു ഭാഗ്യം, ആ ഒരു തൗഫീഖ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ടായിട്ടും അറുപിഷ്കന്മാരായിട്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്റെ മുഖത്ത് പോയിട്ട് വരില്ല, ഉണ്ടാവുന്നു. നല്ല പൈസ ഉണ്ട്, ഇഷ്ടം പോലെ കാശ് കയ്യിലുണ്ട്, പക്ഷെ ഒന്നും കൊടുക്കൂല, അങ്ങനത്തെ ഉണ്ടാവും. എന്നാ ഇപ്പൊ അതൊക്കെ കെട്ടി എടുത്ത് വെച്ചിട്ട് അവസാനം 3 കഷ്ണം തുണിയിൽ കൊണ്ടുപോലോ, കൊണ്ടുപോലെ 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി, 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റും ചൊല്ലി, ഖബറിലെ കൊണ്ടൊരു പോക്ക് ഖൽബിൽ നീ ഓർത്തൊന്ന് നോക്ക്, തൊട്ടിലാടിയ കുട്ടി പച്ച മണ്ണോട് നീ പിന്നെ ഒട്ടി, കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഇനി അപ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചു നോക്കുക, എന്നിട്ട് ആരും കൊണ്ടുപോകുന്നുണ്ടോ? ഇത്ര ആളുകൾ പോയി, ആരെങ്കിലും ഈ തുണി കഷ്ണം 3 എണ്ണമല്ലാതെ അല്പം പഞ്ഞിയല്ലാതെ കൊണ്ടുപോകുന്നുണ്ടോ? മുഅ്മിനീങ്ങളെ, ഈ മജ്ലിസിൽ നമ്മൾ ഇരിക്കുമ്പോ, ഇഷ്ഖ് മജ്ലിസിൽ ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹം കാരണം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ, എന്നോടും നിങ്ങളോടും എല്ലാവരോടുമായി ഞാൻ ചോദിക്കുകയാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. സൂറത്തുൽ മുനാഫിഖൂനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മക്കളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം പിടിപെടുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ, ഇവിടെ ഒരാളെ സമ്പന്നനാക്കുന്നത് അല്ലാഹുവാണ്, ഒരാളെ ദരിദ്രനാക്കുന്നതും അല്ലാഹുവാണ്, ഒരാൾക്ക് കഴിവ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവാണ് ഒരാൾക്ക് സമ്പത്ത് കൊടുക്കുന്നത്, അല്ലാഹുവാണ് ദാരിദ്ര്യം കൊടുക്കുന്നത്, അല്ലാഹുവാണ് ഈ ലോകത്തുള്ള മുഴുവനും നൽകുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹു നൽകിയതാണ് നമുക്കെല്ലാം. ആ സമ്പത്തിനെ നിങ്ങൾ മരണം എത്തുന്നതിന്റെ മുമ്പ് ചെലവഴിക്കണേ. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി. മരണമങ്ങ് പിടിപെടുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പെരുവിരലിൽ നിന്ന് റൂഹിനെങ്ങനെ പിടിച്ച് തൊണ്ടക്കുഴിയിലേക്ക് ഉയർത്തുമ്പോ നമ്മളെല്ലാവരും വിളിച്ചു പറയുന്ന വാക്കാണ്, അല്ലാഹ്
ഒരല്പസമയത്തേക്ക് എന്നെ ഒന്ന് പിന്തിപ്പിച്ചാൽ. ഈ വാക്ക് ഇങ്ങനെ തന്നെയാണ് അല്ലാഹു പറയുന്നത്. റബ്ബി, എന്റെ പടച്ചവനെ, ലൗലാ അഖർതനീ, എന്നെ അല്പനേരത്തേക്ക്, ഇലാ അജലിൻ ഖരീബ്, അല്പസമയത്തേക്ക് എനിക്ക് ആയുസ് തരികയാണെങ്കിൽ, എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ, എന്റെ റൂഹിനെ പിടിക്കാതെ എനിക്ക് കഴിവ് തരികയാണെങ്കിൽ, ഫഅസ്സദ്ദഖ, ഞാൻ സ്വതഖ കൊടുത്തുകൊള്ളാം. അല്ലാഹ്, സ്വതഖ എന്ന വാക്കാണ് അല്ലാഹ് പഠിപ്പിച്ചത്. കാരണം നിങ്ങൾക്കുള്ള സമ്പത്തിനെ ചെലവഴിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. അതുകൊണ്ട് റബ്ബേ, ഫഅസ്സദ്ദഖ, എനിക്ക് കാശ് വേണ്ട അല്ലാ, എനിക്ക് മുതല് വേണ്ട അല്ലാ, സമ്പത്ത് വേണ്ട. ഞാനതൊക്കെ നിന്റെ മാർഗത്തിൽ ഇഷ്ഖ് മജ്ലിസിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, യതീമക്കൾക്ക് വേണ്ടി, മിസ്കീന്മാർക്ക് വേണ്ടി, ഫഖീറന്മാർക്ക് വേണ്ടി, നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുത്തുകൊണ്ട് നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാമല്ലാ. റബ്ബേ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം അല്ലാഹ്, ഞാൻ സൽക്കർമ്മം ചെയ്തു കൊള്ളാം പടച്ചവനെ. എന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിന്റെ ത്വാഅത്തിലായി, പൊരുത്തത്തിലായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാം അല്ലാഹ് എന്ന് ഓരോരുത്തരും വിലപിക്കുകയാണ്. അപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, മോനെ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അവധി എത്തിയാൽ പിന്നെ അവനെ പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല, സമ്മതം ചോദിക്കൂല. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയും പ്രത്യേകത നൽകിയത്, അല്ലാഹു അവിടെയും സ്ഥാനം നൽകിയ നേതാവിന്റെ പേരാണ് മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി. മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മുഹമ്മദുൻ സിനത്തു ദുനിയാ വ ബഹ്ജതുഹാ. മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വദ്ദുലമി. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ. മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. മൗലായ لم دائما أبدا على حبيبك خير الخلق كلهم. അവിടെയും സ്ഥാനമാനങ്ങൾ നൽകിയ നേതാവിന്റെ പേരാണ് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്രായീൽ ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ, നബിയേ, തങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ റൂഹിനെ പിടിക്കാം. അതാണ് അല്ലാഹുവിന്റെ കൽപ്പന എന്ന് സമ്മതം ചോദിച്ച നേതാവിന്റെ പേര് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനീങ്ങളെ, ആ സമയത്ത് ഒരു ശരീരത്തെയും അല്ലാഹ് പിന്തിപ്പിക്കൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന ഇഷ്ഖ് മജ്ലിസിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മൗലിദ് എന്ന മൗലിദ് സദസ്സിലേക്ക് ചീരിന് നൽകിക്കൊണ്ടും സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടും ആരെങ്കിലും മുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാകൂല. അതാര് കണ്ടാലും പ്രശ്നമില്ല, ഒരാൾ അറിഞ്ഞാലും പ്രശ്നമില്ല. മുത്തുനബിന്റെ കാര്യത്തിന് വേണ്ടിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നാളെ രക്ഷക്കെത്തുമെന്നുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും, ഉമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉപ്പമാർക്കും എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയ യുവാക്കൾക്കും അതുപോലെ എല്ലാവർക്കും റബ്ബേ, ആ മുത്തുനബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ആ മുത്തിന്റെ ശഫാഅത്തിൽ സാധുക്കളായ ഞങ്ങളെയും കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മദീന കാണാൻ
ഞങ്ങളെ മുത്തിനെ കാണാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.